dears, welcome back to another lesson. Today we are going to study parts of speech in English language. What is parts of speech? എന്താണ് parts of speech എന്ന് പറഞ്ഞാൽ how you are communicating. നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടല്ലേ. സോ ലാംഗ്വേജ് ഈസ് ബിൽഡപ്പ് ഓഫ് മില്യൺസ് ഓഫ് വേർഡ്സ്, റൈറ്റ്? സോ മില്യൺസ് ഓഫ് വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. സോ ഇത്തരം വേർഡ്സിനെ എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലെ എല്ലാ വേർഡ്സിനെയും 8 മെയിൻ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പാർട്സ് ഓഫ് സ്പീച്ച്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ എ വേർഡ് ഫങ്ഷൻസ് ഇൻ എ സെൻറ്റൻസ് ഗ്രമാറ്റിക്കലി ഓർ ഇൻ എ മീനിങ് ബേസ്. മീനിങ് ബേസിലും അതുപോലെ ഗ്രമാറ്റിക്കലിയും എങ്ങനെയാണ് ഓരോ വേർഡ്സും ഒരു സെൻറ്റൻസിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച് കാണിച്ചു തരുന്നത്. So parts of speech are 8 in numbers. First one noun, second pronoun, third adjectives, fourth one verb, then fifth one adverb, sixth one preposition, seventh one conjunction, and the last one interjection. These are the main 8 parts of speech in English language. So ഇവയോരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്താണ് നൗൺ എന്നും എന്താണ് പ്രോനൗൺ എന്നും എന്താണ് അഡ്ജക്റ്റീവ്സ് എന്നും നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്നുണ്ട്. എങ്കിൽ കൂടി കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് ഡിഫൈൻഡ് ആസ് നെയിമിംഗ് വേർഡ്സ്. എന്താണ്? വസ്തുവിൻ്റെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമ്മൾ നൗൺസ് എന്ന് വിളിക്കുന്നു. So, noun is a word used to refer to people, animal, objects, substances, states, events, ideas and feelings. എല്ലാത്തിൻ്റെയും നെയിമിംഗ് പാർട്ടായിട്ട് വരുന്ന വേർഡ്സിനെയാണ് നൗൺ എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ കേൾക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സ് മുഴുവനും നൗൺസിന് എക്സാമ്പിൾസ് ആണ് അല്ലേ. മാൻ, വുമൻ, ലവ്, money, thing, king, kind, time, child, school, flowers, all those things are belongs to the word class called noun. Next, there are different kinds of nouns. നൗൺസിനെ നമുക്ക് പ്രോപ്പർ നൗണായിട്ടും കോമൺ നൗണായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോപ്പർ നൗൺ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അങ്ങനെയാണ് കോമൺ നൗണിൽ നിന്ന് പ്രോപ്പർ നൗണിനെ വ്യത്യസ്തമാക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ ദി ആർട്ടിക്കിൾ എ, ആൻ, ആൻഡ് ദ. ഈ ആർട്ടിക്കിളിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും പ്രോപ്പർ നൗൺ കാണപ്പെടുന്നത്. സോ പ്രോപ്പർ നൗൺ ഈസ് ദ naming part of a specific person, specific place or specific animal. ഏതെങ്കിലും സ്പെഷ്യാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർ നൗൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പർ നൗൺസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കേട്ടാലോ. ആൻ ആനിമൽ, എ ബോയ്, ദ പാലസ്. സോ ഇത്തരം വേർഡ്സിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവും. നമ്മളൊരു പെർട്ടിക്കുലർ കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബോയ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എല്ലാ ബോയ്സും പെടും അല്ലേ. പക്ഷേ ആ കുട്ടിക്ക് മാത്രം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാനാണെങ്കിൽ നമ്മൾ എ ബോയ് എന്ന് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. നെക്സ്റ്റ് വൺ, നൗൺ ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ. എന്താണ് സിംഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ? സിംഗുലർ വിൽ ബി ഓൺലി 1 person, refers to only 1 person. പ്ലൂറൽ മീൻസ് മോർ ദാൻ 1 അല്ലേ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണ്. സോ എക്സാമ്പിൾസ് നോക്കിക്കേ. ചൈൽഡ്, ചിൽഡ്രൻ, പെൻസിൽ, പെൻസിൽസ്, ടോയ്, ടോയ്സ്, മാൻ, മെൻ. ഇങ്ങനെ സിംഗുലർ പ്ലൂറലായിട്ട് നമുക്ക് നൗൺസിനെ കാറ്റഗറി ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നൗൺ ക്യാൻ ബി കോൺക്രീറ്റ് ഓർ അബ്സ്ട്രാക്റ്റ്. വട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺസ്? കോൺക്രീറ്റ് നൗൺസ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, സെൻസസ് കൊണ്ട് അറിയാൻ വേണ്ടി പറ്റുന്ന നൗൺസിനെ, ഫിസിക്കൽ വേർഡ്സിനെ നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്നറിയപ്പെടുന്നു. ഡോഗ്, ബോൾ, ഐസ്ക്രീം, ഇതൊക്കെ നമുക്ക് സെൻസസ് കൊണ്ട് അറിയാൻ വേണ്ടി പറ്റും അല്ലേ. കാണാനും കേൾക്കാനും രുചിച്ചറിയാനും ഒക്കെ പറ്റുന്നതല്ലേ. ബട്ട് ഇൻ അതർ ഹാൻഡ് അബ്സ്ട്രാക്ട് മീൻസ് ദാറ്റ് വിൽ ബി എക്സിസ്റ്റ് ഓൺലി ഇൻ ഐഡിയാസ്. നമുക്കതിനെ കാണാൻ വേണ്ടി, സെൻസസ് കൊണ്ട് കാണാൻ വേണ്ടി അല്ലെങ്കിൽ തൊട്ടറിയാനൊന്നും പറ്റില്ല അല്ലേ. സോ ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ലവ്, ആങ്കർ, ഹേറ്റ്, etc. So the next one, noun shows possession by adding s. നമുക്ക് പൊസഷൻ വേർഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും നൗൺസിനെ. ജോൺസ് കാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പൊസഷൻ വന്നു അല്ലേ. ജോണിൻ്റെ കാർ. അതുപോലെ ദ ബേർഡ്സ് നെസ്റ്റ്, പക്ഷിയുടെ കൂട്. അതുപോലെ ദ ചൈൽഡ്സ് ടോയ്, കുട്ടിയുടെ
ടോയ്. സോ ഇതൊക്കെ നൗണിൻ്റെ കൂടെ എസ് ചേർത്തിട്ട് നമുക്ക് പൊസിഷൻ വേർഡാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നൗണിന് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഒരു സെൻറ്റൻസിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണുള്ളത്. സബ്ജക്റ്റായിട്ടും ഈ ഡിറക്റ്റ് ഒബ്ജക്റ്റായിട്ടും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റായിട്ടും ഒക്കെ നമ്മുടെ നൗണ് പ്രവർത്തിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജോൺ വെൻ ഷോപ്പിംഗ് അറ്റ് ദ മാൾ എന്ന് പറയുമ്പം ഇതിൽ സബ്ജക്റ്റായിട്ടാണ് ജോൺ എന്ന നൗണിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ഇത്രയുമാണ് നൗണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പ്രൊനൗൺ. വാട്ട് ഈസ് പ്രൊനൗൺ? വേർഡ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താ, ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് പാസേജ് എഴുതുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ നൗൺ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് പ്രൊനൗൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് പ്രൊനൗണിൻ്റെ അണ്ടറിൽ വരുന്ന വേർഡ്സ്? ഐ, ഹി, ഷീ, ദേ, ഇറ്റ്, എക്സെട്ര. ഇവിടെ അനഘ ഈസ് ഇന്ത്യൻ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു അല്ലേ. അനഘ ഈസ് ഇന്ത്യൻ, അനഘ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് പകരം ഷീ എന്ന പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുകയാണ് അനഘ എന്ന നൗണിന് പകരം അല്ലേ. സോ ഇത്തരം നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്താ? മലയാളത്തിൽ നാമവിശേഷണം എന്ന് പറയാം അല്ലെ. നാമത്തെ നൗണിനെ വിശേഷിപ്പിക്കുന്ന ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾക്കിവിടെ ഗുഡ്, ബ്യൂട്ടിഫുൾ, നൈസ്, എക്സെട്ര ഇതൊക്കെ അഡ്ജക്റ്റീവ്സിന് എക്സാമ്പിൾസ് ആണ്. ദ ബ്യൂട്ടിഫുൾ റാബിറ്റ് സ്ലെപ്റ്റ് പീസ്ഫുള്ളി ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ഇവിടെ റാബിറ്റ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന വേർഡാണ് അപ്പോൾ ഈ സെൻറ്റൻസിലെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. ദ ഗ്രീൻ പാരറ്റ് ഈസ് ഫ്ലൈയിങ്. സിംപ്ലി ദ പാരറ്റ് ഈസ് ഫ്ലൈയിങ് എന്നല്ല പറഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ പാരറ്റിനെ കുറച്ചുകൂടി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു വേർഡ് ഉണ്ട് ഇതിനകത്ത്, ഗ്രീൻ. അപ്പോൾ ഗ്രീൻ എന്ന വേർഡാണ് ഈ സെൻറ്റൻസിലെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. ദിസ് ഈസ് എ ബിഗ് ബോൾ. ദിസ് ഈസ് എ ബോൾ എന്നല്ല, ദിസ് ഈസ് എ ബിഗ് ബോൾ. അപ്പോൾ ബോളിനെ കുറച്ചുകൂടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇത്തരം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. നൗൺസിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൗൺസിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സിനെ നമുക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട്, വേർബ്സ്. എന്താണ് വേർബ്സ് എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി പദം എന്ന് പറയാം. ക്രിയാപദം, പ്രവൃത്തി പദം. വി ആർ ഡൂയിങ് എ ലോട്ട്സ് ഓഫ് വർക്ക്സ് ഡെയിലി, റൈറ്റ്? വി ആർ വാക്കിംഗ്, വി ആർ റൈറ്റിംഗ്, വി ആർ റീഡിങ്, വി ആർ മൂവിങ്, വി ആർ റൈഡിങ്, വി ആർ ഈറ്റിംഗ്, വി ആർ ഡ്രിങ്കിങ്. ഇതൊക്കെ എന്താണ്? ഈ വേർഡ്സ് ഒക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വേർബ്സ് ആണ്, പ്രവൃത്തി പദമാണ് അല്ലേ. സോ ഇത്തരം പ്രവൃത്തി പദങ്ങളെ വേർബ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഹിയർ സീ ദീസ് എക്സാമ്പിൾസ്. അൻഷിക വാക്ക് ടു ദി സ്കൂൾ. ഈ സെൻറ്റൻസിലെ വേർബ് ഏതാണ്? വാക്ഡ്. വാക്ക് എന്ന വേർഡാണ് ഈ സെൻറ്റൻസിലെ വേർബായിട്ട് വരുന്നത്. ദ ബേബി ഈസ് ക്രൈയിങ്. ദ ബേബി ഈസ് ക്രൈയിങ് എന്ന് പറയുമ്പോൾ ഇതിലെ വേർബ് ഏതാണ്? ക്രൈ, കരയുന്നു എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ വേർബ്. അഷ്മി റൈറ്റ്സ് എ നോവൽ. അഷ്മി ഒരു നോവൽ എഴുതും. അപ്പോൾ എഴുതുക എന്നുള്ള റൈറ്റ് എന്ന വേർഡാണ് ഈ സെൻറ്റൻസിലെ വേർബായിട്ട് വരുന്നത്. ഹി വിൽ ബി ലേറ്റ് ടു ദ മൂവി. ഇവിടെ വിൽ ബി ലേറ്റ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ വേർബായിട്ട് വരുന്നത്. ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് കാണിക്കുന്നത്, ഒരവസ്ഥയാണ് കാണിക്കുന്നത് അല്ലേ. സോ ഇത്തരം പ്രവൃത്തി പദത്തിനെയാണ് വേർബ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, we are moving on to the next one, adverb. എന്താ adverb എന്ന് പറഞ്ഞാൽ? an adverb is used to modify a verb, adjective and other words. മറ്റ് വേർഡ്സിനെയും വേർബിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി, നെവർ, ഹാർഡ് ഇതൊക്കെ ആഡ്വേർബ്സിന് ഉദാഹരണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ടു ടേക്ക് ദ ഫോൺ എന്ന് പറയുമ്പം ഫോർഗോട്ട് എന്ന വേർഡിനെ കുറച്ചുകൂടി ക്വാളിഫൈ ചെയ്തു, മോഡിഫൈ ചെയ്തു. ഇവിടെ കംപ്ലീറ്റ്ലി എന്ന വേർഡ് അല്ലേ, മുഴുവനായിട്ടും മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് കംപ്ലീറ്റ്ലി. സോ അത്തരം വേർഡ്സിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ വർക്ക്ഡ് റിയലി ഹാർഡ് ഓൺ ഹെർ പ്രൊജക്റ്റ് ഓൾ നൈറ്റ് അലോങ്. ഇവിടെ റിയലി ഹാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തീക്ഷ്ണത കൂടിയില്ലേ. സോ അതിനൊരു മോഡിഫിക്കേഷൻ വന്നില്ലേ. സോ അങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ റിയലി എന്ന വേർഡ് യൂസ് ചെയ്തു അല്ലേ. സോ അത്തരം വേർഡ്സിനെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദ ടൈം, ഡിറക്ഷൻ, പൊസിഷൻ ഓർ ലൊക്കേഷൻ ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി എപ്പോൾ നടന്നു, ഹൗ, എവിടെ നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ വി സേ ദ പെൻ ഈസ് അണ്ടർ ദ ടേബിൾ.
പെൻ എവിടെയാണ് ഉള്ളത് എന്നാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? എവിടെയാണ് ഉള്ളത്? അണ്ടർ ദ ടേബിൾ. അപ്പോൾ അണ്ടർ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേനയുടെ പൊസിഷൻ കാണിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇത്തരം വേർഡ്സാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി വെൻ ടു ദ സ്കൂൾ ഓൺ മൺഡേ. വി വെൻ ടു സ്കൂൾ ഓൺ മൺഡേ. എവിടെയാണ് പോയത് എന്നാണ് കാണിച്ചത്. ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട്. ദ ട്രെയിൻ ഈസ് പാസിങ് ത്രൂ ദി ടണൽ. അത് ട്രെയിനിൻ്റെ ഡിറക്ഷനാണ് കാണിക്കുന്നത് അല്ലേ? ത്രൂ എന്ന വേർഡിലൂടെ ട്രെയിനിൻ്റെ ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഇത്തരം വേർഡ്സിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. വി ആർ ജസ്റ്റ് മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ, കൺജങ്ഷൻ. എന്താണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ? കൺജങ്ഷൻ ഈസ് യൂസിങ് ടു കണക്ട് ടു വേർഡ്സ്, ടു സെൻറ്റൻസസ്, ടു ഫ്രേസസ്. രണ്ട് വേർഡ്സിനെ തമ്മിലോ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലോ രണ്ട് ഫ്രേസസ് തമ്മിലോ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫോർ, ആൻഡ്, നോ, ബട്ട്, യെറ്റ്, എക്സെട്ര ഇതൊക്കെ നമ്മുടെ കൺജങ്ഷൻ്റെ അണ്ടറിൽ വരുന്ന വേർഡ്സാണ്. ഇവിടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സെറി ആൻഡ് അൻഷിക ടോക്ഡ് ഓൾ നൈറ്റ് ലോങ്. ഇവിടെ രണ്ട് നൗൺസിനെ രണ്ട് വേർഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ആൻഡ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു അല്ലേ? അതുപോലെ നെക്സ്റ്റ് സെൻറ്റൻസ് വായിച്ച് നോക്കിക്കേ. സ്റ്റുഡൻസ് വാണ്ട് ടു ലേൺ ആൻഡ് ദ ടീച്ചേഴ്സ് വാണ്ട് ടു ടീച്ച്. ഇവിടെയും ആൻഡ് എന്ന കൺജങ്ഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഐ ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അവിടെയും ആൻഡ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. സ്കൈ ഈസ് ക്ലൗഡി ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. ഇവിടെ ബട്ട് എന്ന കൺജങ്ഷനാണ് രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്തരം വേർഡ്സിനെയും സെൻറ്റൻസസിനെയും ഫ്രേസസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻ ഓർ കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, we are just moving on to the last part of this section, interjections. എന്താണ് interjections എന്ന് പറഞ്ഞാൽ? interjections are used to show surprise or emotions. നമ്മൾക്ക് ഹൈലി ഇമോഷൻസ് കിട്ടുമ്പോഴും അതുപോലെ എന്തെങ്കിലും സർപ്രൈസൊക്കെ കിട്ടുമ്പോഴത്തേക്കൊക്കെ നമ്മൾ കോമൺലി പുറപ്പെടുവിക്കാറുള്ള ചില തരം എക്സ്പ്രഷൻസിനെയാണ് ഇൻ്റർജെക്ഷൻസ് എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു മാച്ചിൽ ജയിക്കുകയാണെന്ന് വിചാരിച്ചോ, ഓ ഷി വൺ ദ ടെസ്റ്റ് എന്ന് പറയും അല്ലേ? ഓ ദാറ്റ് സൗണ്ട് ഈസ് കോൾഡ് ഇൻ്റർജെക്ഷൻ. അതുപോലെ ഹി എൽഡ് ഇൻ സർപ്രൈസ്, ഓ ഐ ഗോട്ട് ഇറ്റ്. ഓ എനിക്കത് കിട്ടി. സോ ഹൈലി ഇമോഷൻസ് വരുമ്പോഴും അതുപോലെ സർപ്രൈസൊക്കെ കിട്ടുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഇത്തരം സൗണ്ട്സിനെയാണ് ഇൻ്റർജെക്ഷൻസ് എന്ന് അറിയപ്പെടുന്നത്. സോ ദീസ് ഓൾ ആർ അബൌട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഐ തിങ്ക് യു ഓൾ get my points. So thank you so much. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു അഗെയിൻ. ബൈ.